അസാധാരണ വയലൻസ് രംഗങ്ങളും ഹെവി മാസ് ആക്ഷനുമായി മാർക്കോ 5 ഭാഷകളിലാണ് ഇന്ന് റിലീസ് ചെയ്തത്. അക്ഷരാർത്ഥത്തിൽ തിയേറ്റർ ഇളക്കിമറിച്ച സിനിമയായി മാർക്കോ മാറിയപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ മാർക്കോ മൂവിയുടെ റിവ്യൂവും തിയേറ്റർ റെസ്പോൺസുമാണ് നമ്മൾ പരിഗണിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഇതുപോലുള്ള ഏറ്റവും പുതിയ ഫിലിം OTT അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. തിയേറ്ററുകളിലെത്തിയ ഉണ്ണി മുകുന്ദൻ ചിത്രം ഇപ്പോൾ ഹിറ്റായി മാറിയിരിക്കുകയാണ്. സിനിമ കണ്ടിറങ്ങുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ മൂവി എന്നുള്ള അഭിപ്രായവുമായാണ് രംഗത്തെത്തുന്നത്. കേരളത്തിന്റെ റെബൽ സ്റ്റാറായി ഉണ്ണി മുകുന്ദൻ മാറിയിരിക്കുന്നു എന്നാണ് ഒരു പക്ഷം ആരാധകരുടെ പ്രതികരണം. ഉണ്ണി മുകുന്ദനൊപ്പം സിദ്ദിഖ്, ജഗദീഷ്, ആൻസൺ പോൾ, കബീർ ദുഹാൻ സിംഗ്, അഭിമന്യു തിലകൻ, യുക്തി തരേജ തുടങ്ങി ഒട്ടേറെ പുതുമുഖ താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഈ ചിത്രത്തിലെ നായിക കഥാപാത്രവും മറ്റ് സുപ്രധാന വേഷങ്ങളും ബോളിവുഡ് താരങ്ങളാണ് അവതരിപ്പിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും വലിയ മാസീവ് വയലൻസ് ചിത്രമെന്ന ലേബലോടുകൂടിയാണ് ഇപ്പോൾ മാർക്കോ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും വയലന്റായ ചിത്രമെന്ന ലേബലിലാണ് മാർക്കോ തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഇത്തരമൊരു ലേബലിനോട് 100% സത്യസന്ധത പുലർത്തുന്ന ഒരു ചിത്രമായാണ് ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ മാർക്കോ ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഒരു മാസ് ആക്ഷൻ ചിത്രത്തിന് വേണ്ട പതിവ് കഥ രീതിയിലാണ് ചിത്രം പിന്തുടരുന്നത് എങ്കിലും ആദ്യം പറഞ്ഞതുപോലെ തന്നെ സംവിധായകൻ ചേർത്ത് വയ്ക്കുന്ന വയലൻസിന്റെ ചേരുവ ശരിക്കും ഏൽക്കുന്നുണ്ട്. എക്സ്ട്രീമായ ആക്ഷൻ കൊറിയോഗ്രാഫി ചിത്രത്തിന്റെ പുരോഗതിയിൽ ഗംഭീര പ്രതിഫലനം ഉണ്ടാക്കുന്നുണ്ട്. എക്സ്ട്രീമായ ആക്ഷൻ കൊറിയോഗ്രാഫി തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന പോയിന്റ് ഓഫ് അട്രാക്ഷനായി മാറുന്നത്. ഫാമിലി വൈകാരികതയും വയലൻസിനൊപ്പം ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു മേക്കിംഗ് ആണ് മാർക്കോയിൽ കാണുന്നത്. ആക്ഷനിലും വൈകാരിക രംഗങ്ങളിലും ഉണ്ണി മുകുന്ദന്റെ അഭിനയ വൈദഗ്ധ്യം വ്യക്തമാണ്. മാർക്കോ എന്ന ടൈറ്റിൽ റോളിന്റെ ഗാംഭീര്യം ആക്ഷനിലും ശരീരത്തിലും സംഭാഷണത്തിലും എല്ലാം ഉണ്ണി മുകുന്ദൻ ഗംഭീരമാക്കിയിട്ടുണ്ട്. ജഗദീഷ് അവതരിപ്പിച്ച ടോണി എന്ന കഥാപാത്രവും സിദ്ദിഖ് അവതരിപ്പിച്ച ജോർജ് എന്ന കഥാപാത്രവും സമീപകാലത്ത് ഇരുവരുടെയും ഏറ്റവും മികച്ച പ്രകടനങ്ങളായി മാറിയിട്ടുണ്ട്. സിനിമയുടെ സ്റ്റോറി ത്രെഡ് നമ്മൾ പങ്കുവയ്ക്കുന്നില്ല. തീർച്ചയായിട്ടും ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി ആയതിനാൽ മാക്സിമം ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അനുഭവിച്ചറിയാം. വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ ഫിലിം OTT ന്യൂസുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.